ചെയ്യാൻ വിചാരിക്കുന്നത്. ഇതാണ് പെഗ് ബോർഡ് വന്നിട്ട്. കാണുമ്പോൾ വലിയ സംഭവം തോന്നും, പക്ഷെ ലിറ്ററലി ഇത്ര ചെറിയൊരു ബോക്സിലാണ് ഇത് വന്നത്. വീഡിയോ ഗെയിം കളിച്ചു കുത്തിരിക്കുകയാണ്. ഹായ് പറ ആലിബ്. ഹായ് പറ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് റൂം മേക്ക് ഓവർ വീഡിയോ ആണ്. ഞാൻ എൻ്റെ വീട്ടിലുള്ള റൂം മേക്ക് ഓവറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇട്ടത്. പിന്നെ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തു ലോങ് വീഡിയോ ആയിട്ട് തന്നെ അവർക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഐ തോട്ട് ഓഫ് മേക്കിംഗ് എ ലോങ് വീഡിയോ. അപ്പോൾ എനിക്ക് 3 റൂമാണ് ഉള്ളത്. ഞാനിപ്പം ബാംഗ്ലൂരിൽ നിൽക്കുന്ന വീട്ടിൽ. ഇവിടെ ഓരോ റൂമും ഡിഫറെൻറ്റ് തീമിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു വിഷൻ. സോ ഇപ്പം ഈ ഒരു ചെറിയ റൂം, ഇവിടുത്തെ ചെറിയ റൂമാണ് ഞാൻ മേക്ക് ഓവർ ചെയ്യുന്നത്. അത് ഭയങ്കര ചെറുതാണ്, പക്ഷെ ഇത് ഞാനൊരു കൊറിയൻ വൈബ് അല്ലെങ്കിൽ ഒരു കവായ് വൈബ്, ഒരു ക്യൂട്ട്സി പേസ്റ്റൽ വൈബ് ഉള്ള ഒരു റൂമാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദീസ് ആർ ദ റെഫറൻസസ്. നമ്മളെല്ലാം ചെയ്തെടുക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ സഹായിക്കാൻ മിസ്റ്റർ ആലിഫ് ഹസനും ഉണ്ട്. ആളിവിടെ വീഡിയോ ഗെയിം കളിച്ചു കുത്തിരിക്കുകയാണ്. ഹായ് പറ ആലിബ്. ഹായ് പറ. ഓക്കെ, സോ ആലിബ് വിൽ ഓൾസോ ഹെൽപ്പ് മീ. അത് കേട്ടില്ല, പക്ഷെ ഹീ വിൽ ഹെൽപ്പ് മീ. സോ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യാത്തൊരു കാര്യമാണ് പെഗ് ബോർഡ് വെക്കുക. അത് ഞാൻ ഈ റൂമിൽ ചെയ്യുന്നുണ്ട്. സോ ഞാൻ പെഗ് ബോർഡ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് പെഗ് ബോർഡ് വന്നിട്ട്. കാണുമ്പോൾ വലിയ സംഭവം തോന്നും, പക്ഷെ ലിറ്ററലി ഇത്ര ചെറിയൊരു ബോക്സിലാണ് ഇത് വന്നത്. ഇതിന് ഞാൻ എത്ര റുപ്യ കൊടുത്തത്? 2700 2400 ആ ഒരു റേഞ്ചാണ് കൊടുത്തത്. സോ ഇതിൽ ഇങ്ങനത്തെ 4 ബോർഡ് വരുന്നത് ഉണ്ട്. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇത് നമുക്ക് വോൾ ഡെക്കറേറ്റ് ചെയ്യാൻ, അതായത് വോളിൽ വെച്ചിട്ട് കുറേ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് അതുപോലെ സ്റ്റോറേജ് ബോക്സ് ആയിട്ട് ആക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് പെഗ് ബോർഡ്. സോ ഫസ്റ്റ് നമുക്ക് പെഗ് ബോർഡ് ഫിക്സ് ചെയ്യാം. ഫസ്റ്റ് പെഗ് ബോർഡ് വാങ്ങണോ വാങ്ങണ്ടേന്ന് 2 മനസ്സായിരുന്നു. അപ്പം ഞാൻ മിസ്റ്റർ DIY പോയിട്ട് ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ബാംഗ്ലൂരിൽ കുറേ സ്ഥലത്തുള്ള സംഭവമാണ് മിസ്റ്റർ DIY. കുറേ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. സോ അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു സാധനം കണ്ട്. ഇത് പെഗ് ബോർഡ് പോലെ തന്നെ ആണ്, പക്ഷെ അഫോർഡബിൾ വേർഷൻ. പിന്നെ ആ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പം ഇതിനെന്തോ 300 400 എങ്ങാനും ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ വാങ്ങാൻ വിചാരിച്ച് വാങ്ങിയതാണ് ഇത്. സോ ഇപ്പം ഇതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഇത് ഞാൻ മാറ്റി വെക്കാണ്. റൂം മേക്ക് ഓവർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതിൻ്റെ ആവശ്യം വരാണെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. സോ പെഗ് ബോർഡ് ഞാനിതാ ഇവിടാണ് സ്ഥിതി ചെയ്യാൻ വിചാരിക്കുന്നത്. ഇത് സ്റ്റഡി ടേബിളാണ്. ഇത് ഞാൻ ത്രിഫ്റ്റ് ചെയ്തതാണ്. എന്തോ 1500 റുപ്യ ഞാനായിട്ടുള്ളൂ. ആക്ച്വലി ഓൺലൈനിൽ വലിയ റേറ്റ് ഒന്നുമില്ല, 2500 ആ ഒരു റേഞ്ചിന് കിട്ടും. പക്ഷെ ഇൻ റിയൽ ലൈഫ് 1500 റുപ്യ കിട്ടിയാൽ അതല്ലേ ലാഭം. സോ ഇവിടാണ് നമ്മൾ പെഗ് ബോർഡ് വെക്കുന്നത്. ഫസ്റ്റ് ഇതിന്റെ അലൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാം തന്നെ നമുക്ക് ഇത് അൺബോസ് ചെയ്ത് നോക്കാം. എനിക്ക് ആണി അടിക്കാൻ വലിയ താല്പര്യമില്ല. ഇന്ത്യയിൽ നാനോ ടാപ്പ് ഉണ്ട്, അത് വെച്ച് ഒട്ടിച്ചാൽ പെർഫെക്റ്റ് ആവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. സോ നമുക്ക് നാനോ ടാപ്പ് വെച്ച് ഒട്ടിച്ചാൽ
ഉണ്ട്. അപ്പൊരു ഇത് നോക്കണോ, ഞാൻ കുറച്ച് വിട്ടതാ. വേറെ നോക്കണോ ഇത്? ഉറങ്ങിയും തോന്നുന്നു. എടാ ഉറക്കി. മേലൊക്കെ എന്താ ഉറങ്ങി. നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗുഡ് ഗേൾ. ഫുള്ള് ഇരുന്ന കണ്ടുപിടിച്ച് അടയ്ക്ക് വരും മുട്ട വെച്ചിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ നിന്നെ നോക്കാം. അവിടെ മാറില്ല. അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കാം. ഞാൻ കാണുന്നല്ലോ ഇവിടെ മുട്ട വെച്ചോ. അത്രയും ചീത്ത പറഞ്ഞു.